നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചായിരുന്നു ഗാർഹിക പീഡനങ്ങൾ, പല ബന്ധങ്ങൾക്കിടയിൽ നടക്കുന്ന പീഡനങ്ങൾ പലപ്പോഴും വർഷങ്ങൾക്ക് ശേഷമാണ്, 5, 8, 10, 12 വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് പുറംലോകം അറിയുന്നത്. എന്തുകൊണ്ട് ഇതിങ്ങനെ മൂടി വയ്ക്കപ്പെടുന്നു, എന്തുകൊണ്ട് പുറംലോകം അറിയാതെ പോകുന്നു, സമൂഹത്തിന് ഇതിലുള്ള പങ്ക് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിൽ ഒന്നാണ് ലാക്ക് ഓഫ് ഗുഡ് ലിസണിങ്, അല്ലെങ്കിൽ പുവർ ലിസണിങ്, അല്ലെങ്കിൽ കെയർലെസ് ലിസണിങ് എന്നുള്ളത്. അതായത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഈ ഒരു പീഡനം നിരന്തരം അനുഭവിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ അവർ വർഷങ്ങളായിട്ട് ഇത് തുറന്നു പറഞ്ഞ് ഹെൽപ്പ് എടുക്കാനായിട്ട് ട്രൈ ചെയ്യുമ്പോഴും ഒരു നല്ല ലിസണിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർ കടന്നു പോകുന്ന പീഡനം ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാത്തതും അഡ്രസ്സ് ചെയ്യപ്പെടാത്തതും. അപ്പോൾ ഈ ഒരു ലിസണിങ് സ്കില്ല് എന്ന് പറയുമ്പോൾ ലിസണിങ് ഒരു സ്കില്ല് ആയിട്ട് തന്നെ ഉള്ളൊരു അവയർനെസ് നമ്മുടെ ആളുകൾക്ക് വളരെ കുറവാണെന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കേൾവി എന്ന് പറയുന്നത് ഹിയറിംഗ് എന്നുള്ളതാണ്. പക്ഷേ ലിസണിങ് എന്ന് പറയുന്നത് അതിലും കുറേ കൂടി ഡീപ്പറായിട്ടുള്ളൊരു സ്കില്ലാണ്. കാരണം കേൾക്കുന്ന ആൾ, ആ പറയുന്ന ആൾ സംസാരിക്കുന്ന കാര്യത്തിൽ നിന്നുള്ള മാക്സിമം ഡാറ്റ, മാക്സിമം ഇൻഫർമേഷൻ സൂക്ഷ്മമായിട്ട് കളക്ട് ചെയ്യാനുള്ള സ്കില്ലാണ് ലിസണിങ് സ്കില്ലിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ പീഡനങ്ങൾ സംഭവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ കോംപ്രഹെൻസീവ് ലിസണിങ് ആണ് വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യം. കാരണം ഇത്തരത്തിൽ ഈ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുന്ന വ്യക്തി എത്ര നാളായിട്ട് ഇത് അനുഭവിക്കുന്നുണ്ട്, എത്ര പ്രാവശ്യം ഇതേപോലെ തന്നെ തുടരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ദിവസം മാത്രം സംഭവിച്ചതാണോ, അല്ലെങ്കിൽ 1, 2, 3 പ്രാവശ്യം മാത്രം സംഭവിച്ചതാണോ, അല്ലെങ്കിൽ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്നതാണോ, അല്ലെങ്കിൽ മാസങ്ങളോളം നീണ്ടു നിന്ന ഒരു കാര്യമാണോ, അല്ലെങ്കിൽ ഇതിനു വേണ്ടി എന്തെങ്കിലും സംസാരിക്കാനായിട്ട് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ, ഇത് വർഷങ്ങളോളം നീണ്ടു നിന്ന ഒരു കാര്യമാണോ, ഇത്തരത്തിൽ സംസാരിക്കാനും എന്താണ് ആ ബന്ധത്തിനിടയിൽ യഥാർത്ഥമായിട്ട് നടന്നിട്ടുള്ളതെന്ന് അതിൻ്റെ ഡാറ്റ മനസ്സിലാക്കി, അതിൻ്റെ ആ ഒരു ഡെപ്ത് മനസ്സിലാക്കി, അതിൻ്റെ തീക്ഷ്ണത അല്ലെങ്കിൽ തീവ്രത മനസ്സിലാക്കി കഴിയുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പുറം ലോകം അറിയാതെ പോകുന്ന ഗാർഹിക പീഡനങ്ങൾ, ബന്ധങ്ങൾക്കിടയിൽ നടക്കുന്ന പീഡനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനും അത് അഡ്രസ്സ് ചെയ്യാനും ആ പീഡനത്തെ സ്റ്റോപ്പ് ചെയ്യാനും സാധിക്കുന്നത്. അപ്പോൾ അതിന് ഈ ഒരു സ്കില്ല്, ഈ ലിസണിങ് എന്ന് പറയുന്ന സ്കില്ല് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്ന് പ്രൈമറി ഇൻട്രാക്ഷൻ നടക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും കാര്യങ്ങൾ കേട്ട് അത് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ഇത്തരത്തിലുള്ള അബ്യൂസ്, ഇത്തരത്തിലുള്ള പീഡനങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. താങ്ക് യു.